ഈ ഒരു ചിത്രത്തിൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് കുറേ 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 കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഞാനത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രത്തിൻ്റെ സ്കെച്ച് ഫൈനൽ റിസൾട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ ലെയർ ചെയ്യുന്നത് ലെമൺ യെല്ലോ എടുത്തിട്ടാണ്. നമ്മളെല്ലാ ഓറഞ്ചുകളും ഈ ഒരു ലെമൺ യെല്ലോ എടുത്തിട്ട് ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ വാട്ടർ കളറിൽ എപ്പോഴും ലൈറ്റ് കളറിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെയർ ചെയ്ത് ഡാർക്ക് കളറിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുക. ഓക്കെ, ഇവിടെ 2 ടൈപ്പ് ഓറഞ്ച് ആയില്ലേ. ഒന്ന് ഓറഞ്ചിൻ്റെ പുറം ഭാഗം, പിന്നെ ഒന്ന് ഉള്ളിലെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ 2 ആ ഒരു ഗ്രീനും ഈ യെല്ലോവും മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ, ആദ്യം ഓറഞ്ചിൻ്റെ ഒരു പുറം ഭാഗം ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഇങ്ങനെ ഈ ഒരു ഓറഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളൊരു കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഫീല് മിസ് ആവാണ്ടിരിക്കാൻ ഞാൻ അങ്ങനെയുള്ള കുറച്ച് പൊസിഷൻസ് ഒഴിവാക്കിയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. നോക്കിക്കുക, ആദ്യത്തെ ലെയർ ഫില്ല് ചെയ്യുക കേട്ടോ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഈ ഗ്രീൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിൻ്റെ ഡ്രോപ്പ് വരുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതുപോലെ അടുത്ത ലെയർ ചെയ്യാം. അതുപോലെ തന്നെ ലെമണിൻ്റെ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ എന്താണ് ലൈറ്റ് അടിക്കും, ചില ഭാഗങ്ങൾ ഷാഡോ അടിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഏറ്റവും ടോപ്പ് ഭാഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡാർക്ക് കുറക്കണം. ഞാനിപ്പോൾ ടച്ച് ചെയ്ത ആ ഒരു ഭാഗമല്ലേ, അവിടെ ആയിരിക്കും ലൈറ്റിൻ്റെ ഒരു പോർഷൻ വരുന്നത്. എന്നാലോ ഏറ്റവും അടിയിൽ എന്തായിരിക്കും, ഷാഡോ വരുന്ന ഭാഗമായിരിക്കും, അവിടെ ആയിരിക്കും ഡാർക്ക്നെസ് കൂടുതലുണ്ടാവാം. ഓക്കെ, അതിങ്ങനെ മനസ്സിൽ ഓർത്ത് വെക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് റെഫറൻസ് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും, എന്നാലും ലെയർ ചെയ്യുമ്പോൾ അതെപ്പോഴും മൈൻഡിൽ വേണം. ഓക്കെ, അടുത്ത ഞാൻ ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും യെല്ലോ ഒക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു കുറച്ച്, അതായത് നമ്മൾ ഇപ്പോൾ ലെയർ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഒരു കട്ടിയുള്ള ഗ്രീൻ വേണം അതിനാണ് കേട്ടോ. കണ്ടോ, ഏറ്റവും താഴെയാണ് ഡാർക്ക് വരുന്നത്. ആ ഡാർക്കിൻ്റെ ഭാഗത്ത് ഞാൻ ആ ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ ബ്രഷ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത്, അത് ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടത്തേക്ക് കൊണ്ടുവരരുത് ആ ഒരു ഡാർക്കിനെ. അതാണ് ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഓർമ്മ വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ബ്രഷ് വാഷ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. കണ്ടോ, സൈഡിലൊക്കെ ഗ്രീനായി വന്നു, പക്ഷെ ആ ഒരു മിഡിൽ ഭാഗത്തിൽ ആ അടിയിലുള്ള ഒരു ലൈറ്റ് ഗ്രീനിൻ്റെ ലെയർ അവിടെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു അല്ലേ. അങ്ങനെ ചെയ്യണം. ഓക്കെ, പിന്നെ സൈഡിലുള്ളതിനൊന്നും വലിയ പ്രശ്നമില്ല, അതിന് നമ്മൾ കുറച്ച് ഡാർക്ക് ഗ്രീൻ ആയിട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്തിട്ട് ഭയങ്കര ഡാർക്ക് ഗ്രീൻ കിട്ടാൻ നമുക്ക് ബ്ലൂവും ആ യെല്ലോയും മിക്സ് ചെയ്താൽ മതി. അതാണ് ബ്ലാക്ക് അല്ല, എന്നാൽ ഭയങ്കര ഡാർക്ക് ഒരു ഗ്രീനാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു പോർഷൻ വരുത്താനാണ് ഞാൻ ബ്ലൂവും യെല്ലോയും മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കിട്ടി എനിക്ക്. ഏറ്റവും ഷാഡോ അടിക്കുന്ന ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ആ ഒരു ഗ്രീൻ കൊടുത്തത്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഡ്രോപ്പ് മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ആക്രിലിക് ഒക്കെയാണ് അല്ലെങ്കിൽ ഗോഷ് പെയിൻ്റ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ പാർട്ട് ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് അതിന് മുകളിൽ എഗെയിൻ നമുക്ക് ലെയർ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് കൊടുത്തിട്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ബ്രഷ് ഒന്ന് വാഷ് ചെയ്തിട്ട് ലൈറ്റായിട്ട് വാട്ടർ മാത്രം വെച്ചിട്ട് അതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗം എന്തായാലും ഒഴിവാക്കി വിടണം കേട്ടോ, കുറച്ച് ലൈറ്റായിട്ട്. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താ പറയുക, അവിടെ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ ഒക്കെ ഷാഡോ വരുന്ന ഭാഗത്തിലാണ് ഇപ്പം ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള ഗ്രീൻ കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓറഞ്ചുകളുടെ ഒക്കെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പിൽ ആക്ച്വലി ബ്ലാക്ക് കളറാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് കൊടുത്താൽ ആകെ കൊളാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഡാർക്ക് ഗ്രീനും, അതായത് ഈ ഡാർക്ക് പോർഷൻസ് വരുന്നിടത്തൊക്കെ ഞാൻ ഡാർക്ക് ഗ്രീനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് വയ്യ എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബ്ലാക്ക് വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് സെയിം കളറാണ് അപ്പോൾ നമ്മളെടുത്ത് ഏതായത് നമ്മൾ എന്ത് ചെയ്യുക, യെല്ലോ ആൻഡ് ബ്ലൂ മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്കത് ഭയങ്കര ഗ്രീനായി തോന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രീനും മിക്സ് ചെയ്താൽ മതി. ഈ ഒരു കളർ ഉണ്ടോ കുറച്ച് ഡാർക്ക്, അത് ആയാൽ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യുക,
ഗ്രീൻ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ആദ്യം ഒരു ഡാർക്ക് ഗ്രീൻ കൊടുത്തല്ലോ, അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഈ ഒരു ഗ്രീൻ കൊടുക്കുക. ഈ ഡാർക്ക് ഗ്രീനിൻ്റെ ഒപ്പം കുറച്ചും കൂടെ യെല്ലോ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ ഗ്രീൻ്റെ ക്വാണ്ടിറ്റി കുറയും, അതായത് ഡാർക്ക്നെസ് കുറയും. ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ലൈവായിട്ട് തന്നെ ഓഡിയോ ഇടുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണല്ലോ, അപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോ പോകണം കേട്ടോ. ഇപ്പം ഞാൻ കണ്ടോ, ഇപ്പം ഞാൻ ബ്ലാക്കാണ് എടുത്തേക്കുന്നത്. ബ്ലാക്ക് അല്ല, ഇതിപ്പോൾ ഞാൻ ഗ്രീനും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ബ്ലാക്ക് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ആ ഒരു ഭാഗത്ത് എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ബ്ലാക്ക് കൊടുക്കും. ആദ്യമേ ബ്ലാക്ക് കൊടുത്തിട്ട് നമ്മൾ ഗ്രീനിൻ്റെ മുകളിലേക്ക് ആ ബ്ലാക്ക് കയറി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ബ്ലാക്ക് കൊടുക്കാൻ ഞാൻ. ഓക്കെ, ഇപ്പം ഞാനിവിടെ കൊടുക്കുന്നില്ലേ, അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ ഉള്ളിൽ ആ ഒരു പോർഷൻ കൊടുക്കുന്നത് യെല്ലോ ഇല്ലേ, നമ്മൾ ലെമൺ യെല്ലോ, അതാണ് കേട്ടോ കൊടുക്കുന്നത്. കുറച്ച് ഡാർക്കായിട്ട് ലെമൺ യെല്ലോ എടുക്കുക. എന്നിട്ടില്ലേ നമ്മുടെ ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള അത് ആ യെല്ലോ ആണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ട്രക്ചർ ഇല്ലേ, ഇങ്ങനെ ഡോട്ടും അല്ല, ഒരു വര പോലെ ഇങ്ങനെ ഇട്ടിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ലെമൺ യെല്ലോ വെച്ചിട്ടാണ് ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പോർഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാം സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തോളാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാണ്ട് ഇത് മാത്രമല്ല, ഇനിയും നമുക്കതിനെ കുറച്ചും കൂടി ഷേപ്പൊക്കെ വരുത്താണ്ട് കളറൊക്കെ വരുത്താണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ലെമൺ യെല്ലോ എടുക്കുക, ഇങ്ങനെ ലൈൻ പോലെ ഇൻസൈഡിൽ വരച്ചു കൊടുക്കുക. ഇനി ഇതാ ഈ ലൈറ്റ് യെല്ലോയും ലൈറ്റ് ഗ്രീനും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു, അതായത് ഔട്ടർ ലെയർ ഒന്ന് കാണുന്ന പോലെ വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതെല്ലാത്തിനും കൊടുക്കണം കേട്ടോ. അതായത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ചിൻ്റെ എല്ലാ സൈഡിലും ആ ഒരു ഗ്രീൻ വെച്ച് നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഏറ്റവും ആ ഒരു പോർഷൻ ഏറ്റവും ഡാർക്കായിട്ട് വരുന്നത്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഗ്രീനാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, യെല്ലോയും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഗ്രീൻ കൊടുത്ത് പിന്നെ അത് ലൈറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലെമൺ എല്ലാം മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഡാർക്ക് ഗ്രീൻ കിട്ടിയല്ലോ, ഇനി ലൈറ്റ് ഗ്രീൻ എന്താണ്, നമ്മൾ അതിൻ്റെ കൂടെ എന്ത് മിക്സ് ചെയ്താൽ നമുക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റും. ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്താൽ ലൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെമൺ യെല്ലോ മിക്സ് ചെയ്താൽ ആ ഒരു ഡാർക്ക് ഗ്രീനെ ലൈറ്റ് ഗ്രീൻ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്. ഡാർക്ക് പോർഷനിൽ നമ്മൾ ഡാർക്ക് ഗ്രീൻ കൊടുക്കുന്നു, പിന്നെ ലൈറ്റ് ചെയ്ത് നമ്മൾ വരുന്നു. ഓക്കെ, പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയട്ടോ, ഇങ്ങനെയല്ല വാട്ടർ കളർ ചെയ്യൽ. ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് പഠിക്കാൻ പോകണം, വലിയ സാറന്മാരുടെ അടുത്തൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെയല്ല കേട്ടോ അവർ പഠിപ്പിക്കുക. ഇത് എൻ്റെ രീതിയാണ് കേട്ടോ, ഞാൻ വരക്കുന്ന രീതി മാത്രമാണ്. ഞാൻ ഇത് എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട്, ഇത് എൻ്റെ രീതിയാണ്. കാരണം എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ വരയ്ക്കണത് ഇപ്പം എൻ്റെ ഗോഷ് പെയിൻറ്റ് വെച്ചിട്ടുള്ള ചിത്രമാണെങ്കിലും ആക്രിലിക് വെച്ചിട്ടുള്ള ചിത്രമാണെങ്കിലും എല്ലാം സെയിം പാറ്റേൺ ആണ്. അപ്പോൾ അതിനർത്ഥം എനിക്ക് ഈ വാട്ടർ കളറിൻ്റെ ആ ഒരു രീതി അറിയില്ല എന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, ഞാൻ വരയ്ക്കണ പോലെ വരച്ചാൽ മതി എന്നാണെങ്കിൽ ഇതുപോലെ വരച്ചാൽ മതി കേട്ടോ. ഇപ്പോഴും കണ്ടോ ഞാൻ മിക്സ് ചെയ്യുന്നുണ്ടോ, ബ്ലൂവും യെല്ലോ മിക്സ് ചെയ്തു, എന്നിട്ട് ഗ്രീൻ മിക്സ് ചെയ്തു, ബ്ലാക്ക് ഒക്കെ മിക്സ് ചെയ്തു. ബിക്കോസ് എനിക്കൊരു ഡാർക്കായിട്ടുള്ളൊരു ബ്ലാക്ക് അല്ലാത്തൊരു ഡാർക്ക് ഗ്രീൻ വേണമായിരുന്നു. ഓക്കെ, ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളറാണ് ഞാനിപ്പോൾ ചെയ്തത്, കണ്ടിട്ടില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഓറഞ്ചിൻ്റെ ഒക്കെ ഇടയിൽ വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടാവുമല്ലോ, അത് ഈ ഒരു കളർ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഇത് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ നമ്മളെ ചിത്രം കാണാൻ, ഈ ഒരു ഡാർക്ക് കളർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഡാർക്ക് കളർ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മൾ ഷെയ്ഡ് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഓറഞ്ചൊക്കെ ഫ്ലാറ്റ് ആയിട്ടുള്ള പോലെ തോന്നും. കണ്ടോ, ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഓറഞ്ച് പോലെ ഉണ്ടല്ലേ കാണാൻ പുറം ഭാഗം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചൊരു ഷെയ്ഡിങ് കൊടുക്കാൻ പറ്റുമോ നോക്കുക, അപ്പോഴേ ആ ഒരു ഫ്ലാറ്റ് ലുക്ക് പോകത്തുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി ആ വെള്ളത്തിൻ്റെ ആ ഒരു ഡ്രോപ്പിൻ്റെ ഒരു ഭാഗം ഇവിടെ വിട്ടുപോയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഷെയ്ഡൊക്കെ കൊടുക്കുമ്പോൾ ആ വാട്ടർ ഡ്രോപ്ലെറ്റിൽ മിക്സ് ആവാതെ നമ്മൾ ഷെയ്ഡ് ചെയ്യണമല്ലോ.
ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലാറ്റ് ലുക്കിൽ ഒരു നമ്മുടെ പപ്പടത്തിൻ്റെയൊക്കെ ഒരു ചിത്രം എങ്ങനെ വരയ്ക്കും, ഒരു ഫ്ലാറ്റ് പോലെയല്ലേ, പക്ഷെ നമ്മുടെ ഒരു ഓറഞ്ച് എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു സാധനമാണല്ലോ. അപ്പം അതിന് കുറച്ച് ആ ഒരു റൗണ്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യിക്കണമെങ്കിൽ കുറച്ച് ഷാഡോ കൊടുക്കണം കേട്ടോ. എന്തൊക്കെയാണല്ലേ പറയുന്നത് പഠിപ്പിക്കുമ്പോൾ, പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? കണ്ടോ, ഇപ്പം ഞാൻ ഒരു ഫ്ലാറ്റ് ലുക്ക് മാറിയില്ലേ, ആ ഒരു ഷാഡോ താഴേന്ന് മുകളിലേക്ക് അടിക്കണ പോലെ ഒരു ഫീൽ വന്നില്ലേ. അപ്പം നമ്മൾ രണ്ട് സാധനത്തിനും, രണ്ട് ഓറഞ്ചിനും ആ ഒരു ഫീൽ കൊടുക്കുവാണേ. കണ്ടോ, ഞാൻ ഡാർക്ക് കൊടുത്തിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ആക്രിലിക് മെത്തേഡാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, നമുക്കത് നല്ലൊരു റിസൾട്ട് തന്നു. അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബ്രഷ് വാഷ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഡാർക്ക് ഗ്രീൻ കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരുന്ന രീതി, അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഞാൻ വാട്ടർ കളറിൻ്റെ ബുക്കും അല്ല കേട്ടോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതൊരു ഗോഷ് പെയിൻറ്റിൻ്റെ ബുക്കാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് കംഫർട്ടബിൾ എനിക്ക് കുറവായിട്ട് ഫീൽ ചെയ്തു. കാരണം നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു പേപ്പർ ഡാമേജ് ആവും. നമ്മൾ വാട്ടർ കളർ ബുക്കിൽ അങ്ങനെ ആവില്ല. ഓക്കെ, ബട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് മാക്സിമം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ കട്ട് ചെയ്ത് പീസായി കിടക്കുന്ന ഓറഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ ഗ്രീൻ കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ഗ്രീൻ അല്ല, നിങ്ങൾ ഡാർക്ക് ഗ്രീൻ പ്ലസ് ലൈറ്റ് ഗ്രീൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. അടുത്തത് ഞാൻ എടുക്കുന്നത് ലെമൺ യെല്ലോ ആണേ. ലെമൺ യെല്ലോ കുറച്ച് കട്ടിക്കെടുത്തോളൂ, അതായത് കുറച്ച് ഡാർക്കായിട്ട് ലെമൺ യെല്ലോ എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒന്നും കൂടെ ഈ ഒരു ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ വരുത്താൻ വേണ്ടി നോക്കുക. ഇനി നിങ്ങൾ ലെമൺ യെല്ലോ മാത്രം എടുക്കുമ്പോൾ ഒന്നും വരുന്നില്ല, കളറൊന്നും വരുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ലൈറ്റ് ഗ്രീൻ ഇല്ലേ അതിൻ്റെ മുകളിൽ തന്നെ ഉള്ളത്, ആ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഈ ലെമൺ യെല്ലോ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്കിതാ കുറച്ചൊരു കളർ വരും. ഓക്കെ, അതുകൊണ്ട് വരയ്ക്കാം. പേടിക്കണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വേണ്ട കളർ ഇല്ലയെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഈ ഒരു കളർ കൊടുക്കാം. ഇപ്പം തന്നെ നമുക്കൊരു ഓറഞ്ചിൻ്റെ ഒരു ലുക്ക് വന്നില്ലേ ആ ഒരു പോർഷൻസൊക്കെ. ഈ ഒരു രീതിയിൽ കൊടുക്കണം കേട്ടോ. കാരണം നിങ്ങൾക്കറിയാലോ ഓറഞ്ചിൻ്റെ ഉള്ളിൽ ആ ഒരു പോർഷൻ എങ്ങനെയാണ് ഷേപ്പ് എന്ന്. അപ്പം അതുപോലെ ഇപ്പം കണ്ടോ, ഞാൻ വീണ്ടും എനിക്ക് കളറ് പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം ലൈറ്റ് ഗ്രീനാണ് എടുക്കുന്നത്. ലെമൺ യെല്ലോ മിക്സ് ചെയ്യാത്ത ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ലൈറ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ടിതാ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല, കുറച്ച് ടോപ്പ് ഭാഗത്തിൽ മാത്രമായിട്ടാണ് കൊടുക്കുന്നത്. ടോപ്പ് ഭാഗത്ത് ആ ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നു, താഴത്തേക്ക് എടുക്കുന്നില്ല. ഓക്കെ, താഴെ ആ ഒരു ലെമൺ യെല്ലോ ടച്ചുള്ള ഗ്രീൻ തന്നെ കിടന്നോട്ടെ. ഓക്കെ, ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഓറഞ്ചിൻ്റെ ഒക്കെ ലുക്ക് വന്നില്ലേ. ഓറഞ്ച് അല്ല ഉള്ളത്, ഇത് ലെമൺ ആണോ ഉദ്ദേശിച്ചത്? ആ, എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഗ്രീൻ ഓറഞ്ചാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, അതും കൂടെ എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടോ കേട്ടോ. അല്ലേ, ഞാനിപ്പോൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാറ്റ് ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഗ്രീൻ കൊടുത്ത് ബ്ലെൻഡ് ആക്കിയത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് വാട്ടർ ഡ്രോപ്പ് കുറച്ചും കൂടെ ക്ലിയർ ആക്കുകയാണ്. ഓക്കെ, അതെനിക്ക് പറഞ്ഞു തരാറില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അതുപോലെ നോക്കി വരച്ചാൽ മതി. ഓക്കെ, നേരത്തെ നമ്മൾ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ അടിയിലൊക്കെ ഷാഡോ വരുന്ന പോലെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, അത് അവിടെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഗ്രീൻ എടുത്തിട്ട് ആ ബ്ലാക്കിൻ്റെ താഴേക്കും ഷാഡോ വരുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നാൽ ഒരു ഷാഡോ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന നോക്കി നിങ്ങൾ
ചെയ്താൽ മതി. ഇപ്പോൾ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ടാണ് ഞാൻ ഈ വരച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എന്താണ് ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി ഒന്ന് പങ്കെടുത്ത് നോക്ക്, നിങ്ങൾക്ക് കിട്ടിയാലോ. ഗോഷ് പെയിൻ്റ് ആണ്, ഇൻസ്റ്റഗ്രാമിലാണ് നടക്കുന്നത്. നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മളുടെ യൂട്യൂബിൽ എപ്പോഴാണോ 100K ആവുന്നത് അന്ന് ഞാൻ ഈ യൂട്യൂബിലും ഒരു ഗിവ് അവേ വെക്കുന്നതായിരിക്കും. എന്തായാലും അതും ഗോഷ് പെയിൻ്റ് തന്നെയായിരിക്കും, ഉറപ്പായിട്ടും കേട്ടോ. കുറേ ആൾ യൂട്യൂബിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തു വിഷമിച്ചിട്ട്, ഞങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല ചേച്ചി യൂട്യൂബിൽ വെക്കുക എന്നൊക്കെ. എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട് വെക്കാൻ, പക്ഷെ ഇതൊന്ന് 100K ആവണ്ടേ. ഞാൻ കുറേ കാലമായിട്ട് കാത്തിരിക്കുകയാണ് ഒന്ന് 100K ആയിട്ട് ഒരു ഗിവ് അവേ വെക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ പറയാം 100K ആവുന്നും വേണ്ട അല്ലേ ഗിവ് അവേ വെക്കാമെന്ന്. എനിക്ക് ചെറിയ ചെറിയ ഗിവ് അവേ വെക്കാൻ എനിക്കിഷ്ടമില്ല. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഓൾറെഡി അങ്ങനെ ചെറിയ ചെറിയ കുറേ ഗിവ് അവേ വെച്ചല്ലോ. ഇനി യൂട്യൂബിൽ എനിക്ക് 100K ആവണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതായാലും ഞാൻ എന്തായാലും ഗിവ് അവേ വെച്ചിരിക്കും കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ആ ഓറഞ്ചില്ലേ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓറഞ്ചും ഒരു ഫ്ലാറ്റ് ലുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് ഗ്രീൻ ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരു ഷാഡോ ഫീൽ വരുത്തിക്കുന്നത് കേട്ടോ. അതുപോലെ ഏറ്റവും ലൈറ്റ് അടിക്കുന്ന ഭാഗം ഒഴിവാക്കി വിട്ടിട്ട് വേണം നമ്മൾ ഗ്രീൻ കൊടുക്കാൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, ചുറ്റും കുറച്ച് ഡാർക്ക് ഗ്രീൻ കൊടുക്കും, എന്നിട്ട് ബ്രഷ് വാഷ് ചെയ്തിട്ട് കുറച്ച് ബ്ലെൻഡ് ചെയ്തിട്ട് എവിടെ കൊണ്ടുവരും, നമ്മൾ ലൈറ്റ് അടിക്കുന്ന പോർഷൻ എത്തരുത്, അതിന് കുറച്ച് താഴെ വരെ എത്തിക്കും. കണ്ടോ, ഞാൻ ആ ഒരു സർക്കിൾ പോലെ ഞാൻ എന്ത് ചെയ്യുക, ലൈറ്റ് അടിക്കുന്ന ഭാഗം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളതുപോലെ ചെയ്യണേ. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ചും കൂടെ നീറ്റായിട്ട് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഷാഡോ ഇങ്ങനെ ബ്ലാക്ക് വെച്ചിട്ട് ഷാഡോ കൊടുക്കുക. വെള്ളം അത് മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പം താഴെ ആ വെള്ളത്തിൻ്റെ ഷാഡോ വരും. അതാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം എല്ലാ ഡ്രോപ്പ്ലെറ്റിനും കുറച്ച് ഷാഡോ വരയ്ക്കുക. ഓക്കെ, ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പം ബ്ലാക്ക് വെച്ചിട്ടാണ് ഷാഡോ വരയ്ക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഷാഡോ വരച്ചാൽ മതി. ഓക്കെ, ഇപ്പം ബ്ലാക്ക് വെച്ചിട്ടാണ് ഷാഡോ ചെയ്യുന്നത്. ഇനിയില്ലേ, നിങ്ങൾ ലൈറ്റ് ഗ്രീൻ ഇല്ലേ നമ്മുടെ ബോക്സിലുള്ള ആ ലൈറ്റ് ഗ്രീനാണ് ആദ്യം ഞങ്ങൾ ലെയർ ചെയ്തത്. അതിനുശേഷം ലെമൺ യെല്ലോ ആണ് ഇപ്പോൾ കൊടുത്തത്. ഓക്കെ, ലെമൺ യെല്ലോ. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഒരു വൈറ്റ് അവിടെ ഒഴിവാക്കി വിടും. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു വെള്ളം ഫീൽ വന്നില്ല നമുക്കിവിടെ. യെസ്, ഏറ്റവും ലൈറ്റ് ഗ്രീൻ ടോപ്പിൽ കൊടുക്കുക, പിന്നെ ലെമൺ യെല്ലോ ലൈറ്റായിട്ട് കൊടുക്കുക, ഏറ്റവും ലാസ്റ്റ് കുറച്ച് വൈറ്റ് അവിടെ തന്നെ വെക്കുക. കണ്ടോ, ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് വന്നു. ഇനി അതിൻ്റെ ഫൈനൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് കൊടുക്കുന്ന ഒരു ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ എല്ലാ വാട്ടറിനും ആ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ലൈറ്റ് ഗ്രീൻ, കുറച്ച് യെല്ലോ, ലാസ്റ്റ് കുറച്ച് വൈറ്റ് അവിടെ വെക്കുക. അപ്പോൾ ആ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്തത്. പിന്നെ ആ ഒരു ഓറഞ്ചിന് ഞാൻ വാട്ടർ ഡ്രോപ്ലെറ്റ് ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഗ്രീൻ വെച്ചിട്ട് കുറച്ച് ഡ്രോപ്ലെറ്റ് പോലെ വരച്ചു കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ വൈറ്റ് എടുക്കുന്നു. ഇനിയാണ് അടിപൊളിയായിട്ടുള്ള സ്റ്റെപ്പുകൾ. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ കുറേ എഫക്റ്റ് ഇതുപോലെ വരച്ചു കൊടുത്തോളാം. ആരോ എന്നോട് പറഞ്ഞായിരുന്നു, ചേച്ചി വൈറ്റ് ഇല്ലാത്ത ചിത്രം വരയ്ക്കൂ. എൻ്റെ അടുത്ത് വൈറ്റ് പെന്നില്ല എന്നാണ് പറഞ്ഞത്. വൈറ്റ് പെന്ന് വേണ്ട, നമ്മുടെ ഈ വാട്ടർ കളർ വൈറ്റ് അടിപൊളി വൈറ്റാണ്. ഇപ്പം നോക്കിക്കേ, ഞാൻ ആ വൈറ്റ് കൊണ്ടാണ് കളർ കൊടുത്തത്. പെർഫെക്റ്റ് അല്ലേ? പെർഫെക്റ്റ് ആണ്. പിന്നെ ഭയങ്കര പെർഫെക്റ്റ് ആവണം എന്ന് തോന്നുവാണെങ്കിലാണ് നമ്മൾ ആ ഒരു പെന്നൊക്കെ വാങ്ങുന്നത്. അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതില്ലെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വിഷമിക്കൊന്നും വേണ്ട, അതില്ലെങ്കിൽ നിങ്ങൾ ഇതിലെ വൈറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇങ്ങനെ റാൻഡമായി കുറച്ച് ബബിൾസ് പോലെയും അല്ലെങ്കിൽ ഡോട്ടുകളൊക്കെ ലൈനൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ ഒരു വാട്ടറിൻ്റെ അടിയിലൊക്കെ കുറച്ച് വാട്ടറൊക്കെ ഉള്ള പോലെ ഒരു ഫീൽ വരും.
അതിനിടയിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് ഈ ഒരു പെന്ന് വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഫുള്ളും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് പോസ്കയുടെ വൈറ്റ് കളർ പെന്നാണ്. അടിപൊളി സാധനമാണ്. നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അടിപൊളി പെന്നാണ് ഹൈലൈറ്റിങ്ങിന്. അതും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വാങ്ങണമെന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് നല്ല ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രമൊക്കെ വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇത് വാങ്ങി വെച്ചോട്ടോ. അപ്പോൾ നമ്മുടെ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ വെള്ളത്തിന് ഡ്രോപ്പിനുള്ള ഹൈലൈറ്റിംഗ് ആണ്. അതുകൂടെ കഴിഞ്ഞാൽ ചിത്രം റെഡി. അപ്പം ഞാൻ സിമ്പിളായിട്ടാണ് വരച്ചത്. പെട്ടെന്ന് വരയ്ക്കാവുന്ന രീതിയിലാണ് വരച്ചേക്കുന്നത്. അപ്പോൾ വേറെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഇതുപോലത്തെ ട്യൂട്ടോറിയൽസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.